എൻ്റെ കൂട്ടുകാരെ, പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു ഉച്ച നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. പിന്നെ ഇന്ന് ഞാൻ ആധാറിന് രാവിലെ പോയായിരുന്നു കേട്ടോ. ഇപ്പോഴും പറയുന്നുണ്ട് ഒരു 7-8 മാസമെങ്കിലും ആവുമെന്ന് പറയുന്നുണ്ട് ആധാർ കിട്ടാൻ. ഞാൻ ഇന്നലെ ചെന്നപ്പോൾ എൻ്റെ പാസ്പോർട്ട് കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ ഞാൻ പഴയൊരു പാസ്പോർട്ടായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. അങ്ങനെ അത് കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞ് പാസ്പോർട്ട് ഞാൻ ഇങ്ങോട്ട് കുവൈറ്റിൽ നിന്ന് വരാൻ നേരത്തുള്ള പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ആ ഡേറ്റ് വെച്ചിട്ടായിരിക്കണം. അങ്ങനെ അത് എടുക്കാനായിട്ട് ഇന്ന് കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. രാവിലെ ഇന്നലെ ഞാനൊരു 10:30-ക്കാണ് പോയത്. അങ്ങനെ പറഞ്ഞ് ഇന്ന് 8-8:30-ക്കും 9-നും അകത്ത് വച്ച് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് അവിടെ ഇരിക്കെ വരുന്നേ ഇല്ല. വരുന്നത് 10 മണിയായി അക്ഷയയിൽ വരുമ്പോൾ. പിന്നെ ഇതെല്ലാം കൊടുത്ത് ശരിയാക്കി എഴുതി എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് അപ്പം പറഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചു നീ എന്ന് കിട്ടുമെന്ന് ചോദിച്ചു. എന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 7-8 മാസം ആവുമെന്ന് ആധാർ കിട്ടാൻ. പിന്നെ ആധാർ ഇനിയും കിട്ടാൻ അതുപോലെയാണ്. ഞാൻ കുവൈറ്റിൽ പോയിട്ട് ഞാനിവിടെ 2 മാസത്തെ അവധിക്ക് വരുമ്പോൾ ഇതുപോലെ വരുമ്പോൾ ഇങ്ങനെ മാറി ദിവസങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു. ഇത്രയും വർഷമായിട്ട് എനിക്ക് ആധാർ എടുക്കാൻ പറ്റിയതേ ഇല്ല. ഓരോ കാരണത്തിന് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരൊക്കെ ചോദിക്കും, ഇതുവരെ നിങ്ങൾക്ക് ആധാർ കിട്ടിയില്ലേ, നിങ്ങൾ ഇതുവരെ ആധാർ എടുത്തില്ലേ എന്നാണ് കേൾക്കുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തോ അതൊന്നും പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞാനങ്ങനെ എന്നിട്ട് ഞാനിവിടെ വന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ ചോറ് വെച്ച് വാർത്തിട്ടിരുന്നു കേട്ടോ. ചോറ് വെച്ച് വാർത്തിട്ടിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അവിയൽ വെച്ച് കുറച്ച് പച്ചക്കറി എടുത്ത് അവിയലും വെച്ച് ഇത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നെ പാവയ്ക്ക കുഞ്ഞായിട്ട് അരിഞ്ഞ് വറുത്തിട്ട് നല്ല തേങ്ങ അരച്ച് ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി ജീരകവും ചുവന്നുള്ളിയും കൂടെ നല്ല മഷിക്ക് തേങ്ങയുടെ കൂടെ അരച്ച് പച്ചമുളകും കൂടെ അരച്ചിട്ട് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ വറുത്തെടുത്തതിൻ്റെ കൂടെ തേങ്ങ അരപ്പൊക്കെ കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് കുറുക്കി തിളപ്പിച്ചെടുത്ത് തേങ്ങയൊക്കെ വേവണമല്ലോ. ആയതിന് ശേഷം ഇറക്കി വെച്ച് ഇച്ചിരി കുറേ തണുത്തതിന് ശേഷം തൈരടിച്ചൊഴിച്ചിട്ട് നല്ല ഇച്ചിരി മോരുകറി പോലെ, എന്നാൽ മോരുകറി പോലെ നീട്ടിയിട്ടല്ല, ഇച്ചിരി കട്ടിക്ക് എന്നിട്ട് കുറുക്കിയെടുത്ത് നമ്മുടെ ഈ മോരൊക്കെ ഇങ്ങനെ കാച്ചിയെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ തൈരും കൊണ്ട് തിളച്ച് പോകുമ്പോഴത്തേക്കും പിന്നെ അത് വെള്ളം പോലെ ആവൂലേ, അങ്ങനെ കുറുക്കിയെടുത്ത് എന്നിട്ട് നല്ലൊരു കറി, അതായത് പിന്നെ മോരുകറി അല്ലാതെ ഇച്ചിരി കൂടെയും കട്ടിക്കായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിച്ചൊഴിച്ചു. അങ്ങനത്തെ ഒരു കറി പാവയ്ക്ക. അപ്പോൾ പിന്നെ ഞാൻ ചോറ് കഴിക്കട്ടെ സഹോദരങ്ങളെ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ പിന്നെ ശരി, ടാറ്റാ. അങ്ങനെ ആധാർ എനിക്കിപ്പോഴും കിട്ടൂല. അക്കൗണ്ട് എടുക്കാമെന്നൊക്കെ മോഹിച്ചു, ഇന്നലെ ചിരിച്ചു കഴിഞ്ഞൊക്കെ പോയി, പക്ഷേ പറ്റിയില്ല. എന്ത് ചെയ്യാനാ, ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. ഞാൻ കഴിക്കാൻ പോവണേ. വെണ്ടയ്ക്ക ഒരുപാട് വെന്ത് പോകരുത്, എന്നാൽ നല്ല പാടും വേണം. ഇങ്ങനെ വെക്കാൻ ചിലത് ഇങ്ങനെ ഒരു പച്ച പോലും കാണാതെ നല്ല വരട്ടിയെടുക്കാറുണ്ട്. ചോറിലൊഴിക്കുമ്പം ഇങ്ങനെ കട്ടിക്ക് നിൽക്കും, ഓടാതെ. ഒരു മോര് കറിയാകുമ്പോൾ ഓടുമല്ലോ. അപ്പോൾ പിന്നെ ശരി, ടാറ്റാ. ടാറ്റാ.